ഇത് ഉചിതമായ ഒരു സമയത്ത് ശക്തമായ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടെ എത്താൻ സാധിക്കാത്ത ആളുകൾ പോലും മനസ്സുകൊണ്ട് ഒരുപക്ഷെ ജനൻ ടി വി ക്യാമറ ജനൻ ടി വിയുടെ ടെലിവിഷൻ സ്ക്രീനിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ശരണമന്ത്രം മുഖരിതമായ ഒരു അന്തരീക്ഷത്തിൽ അവരൊക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്ന ടീച്ചറുടെ വാക്കുകൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിൽ, നമുക്കിനി സ്വാഭാവികമായിട്ടൊരു കലാകാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്തും ചേരുന്നുണ്ട്. കാരണം ഈ പൊളിഞ്ഞുപോയ അയ്യപ്പ സംഗമം കാരണം ഇടതു മുന്നണിയിൽ CPM-ലൊക്കെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വിശദമായി ഈ യൂട്യൂബിൽ സ്ഥിരമായിട്ട് ഒരു ദോഷൈക ദൃക്കായിട്ട് പ്രതികരിക്കുന്ന ഒരു ശ്രീധരൻ നമ്പ്യാരാണ്. അയാൾ നമ്പ്യാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളൊരു സുഡാപ്പിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ ദിവസവും യൂട്യൂബിൽ വന്ന് വളരെ മോശമായിട്ടുള്ള പ്രതികരണം നടത്തുന്നത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് ഇതിന് എത്ര കോടി ചെലവാക്കി പന്തലിലെന്നാണ് ചോദിക്കുന്നത്. അതെ. അപ്പോ പിന്നെ ഈ സുഡുവിനോട് പറയാനുള്ളത് കോടികളൊന്നും ഇല്ല. പമ്പയില് ഒഴുക്കിയ കോടികൾ ഒന്നും പന്തളത്ത് ഒഴുക്കാനില്ല, മാത്രമല്ല ഒഴുക്കുകയില്ല. അപ്പോൾ അങ്ങനെ ശ്രീധരൻ നമ്പ്യാർ എന്ന ആ കള്ളബെടു അദ്ദേഹത്തോട് പറയാനുള്ള ഇതാണ്. അപ്പം നിങ്ങൾ അറിയാൻ സാധിക്കും. കുറച്ച് കഴിയട്ടെ, അതിനുശേഷം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എടുത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴേ കൃത്യമായി തന്നെ വരുന്നുണ്ട് അനിൽ. കാരണം ഇപ്പൊ ഈ പന്തൽ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം എന്ന നിലയ്ക്കാണ് അവർക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം മാത്രമായിട്ടാണ് ഇത് പരിമിതമായ രീതിയിൽ. കാരണം ടീച്ചർ തന്നെ പറഞ്ഞു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല ഇത്. ഇപ്പം ഭക്തരുടെ ആവശ്യം കൊണ്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പം സമയപരിമിതികൾ വലിയ രീതിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഒരുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഒരുക്കുന്നുള്ളൂ. ഡയമണ്ട്, സിൽവർ ഒന്നുമില്ലല്ലോ, കൊടുക്കാൻ ഒരു കാർഡുമില്ല. എല്ലാം സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഈ പന്തലിൽ നേരത്തെ അല്ലെ അടിമാലിയിൽ നിന്ന് ആളുകൾ വരുന്നു, പല പ്രദേശങ്ങളിൽ നിന്നും. അതൊന്നും പ്രത്യേകം ക്ഷണിച്ചിട്ടൊന്നുമില്ല. അതെ ഈ പൗരപ്രമുഖരെയാണല്ലോ സാധാരണ നമ്മുടെ ഭരണകൂടം അതുപോലെ സർക്കാർ ക്ഷണിക്കുന്നത്. ഇങ്ങനെയുള്ള എന്ത് പരിപാടി ഉണ്ടെങ്കിലും VVIPs മാത്രം മതി, അവർക്ക് ശീതീകരിച്ച പന്തൽ. പക്ഷെ ഇവിടെ വരുന്നത് സാധാരണക്കാരാണ്. നമ്മള് അനിൽ ഓർമ്മയുണ്ടോ, അന്ന് ആ വെർച്വൽ ക്യൂ ബുക്കിംഗ് മൊത്തത്തിൽ ഇവരങ്ങ് നിർത്തിയേനെ അല്ലെ? ഒരു VVIP സംസ്കാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയൊക്കെ ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് അത് എത്തിയത് നമ്മുടെ പല വാർത്തകളും കൊണ്ട്. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇതിന്റെ സമ്മേളനത്തിന്റെ ഈ സംഗമത്തിന്റെ നടത്തിപ്പ്, അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന് തൊട്ട് സമീപത്തുള്ള പന്തളം ടൗണിൽ തന്നെയുള്ള നാനാ കൺവെൻഷൻ സെന്ററിലാണ് രാവിലെ 9:30 സമ്മേളനം ആരംഭിക്കുന്നത്. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആണ് ഈ പന്തളം ഈ ടൗണിന് സമീപത്തുള്ള ഈ പ്രത്യേക പന്തലിൽ, അവിടെയാണ് യഥാർത്ഥത്തിൽ അയ്യപ്പ സംരക്ഷണ സംഗമം നടക്കുന്നത്. കേരളത്തിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെ യഥാർത്ഥ അയ്യപ്പ ഭക്തർ അവർക്ക് പ്രത്യേക ക്ഷണമൊന്നുമില്ലാതെ ഈ സംഗമത്തിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് വസ്തുത. ശ്യാം, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് സ്വാഭാവികമായിട്ടും 2 കാര്യങ്ങളാണ് അനിൽ. ഒന്ന്, ഇത്തരത്തിൽ ഇടതുപക്ഷ കാറൽ മാക്സിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ ആശയധാര പേറുന്നവർ അവർ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിലെ ഗൂഢോദ്ദേശം എന്താണ്? ഇതാണ് നമ്മൾ തുടക്കം തൊട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം, അയ്യപ്പനെ ഒരു പണം പിരിക്കാൻ മാത്രമുള്ള ഒരു ബിംബമാക്കി കച്ചവടവൽക്കരിക്കാനുള്ള നീക്കം. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ശബരിമലയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഇവർ പണ്ട് തൊട്ടേ 365 ദിവസവും തുറക്കണം എന്നൊക്കെ പല രീതിയിൽ വാശികളുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വളർത്തി അതിലൂടെ കൊയ്യാൻ പോകുന്ന ലാഭക്കണക്കുകൾ കണക്കൂട്ടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതാതീത ആത്മീയതയെ കുറിച്ച് പറഞ്ഞത്. അതാണ് ഇവരുടെ അടുത്ത അജണ്ട. അതായത് ഇത് ഒരു മതേതര ക്ഷേത്രമാണ്. ശരിയാണ്, എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും സന്നിധാനത്തേക്ക് വരാം. പക്ഷേ കൃത്യമായിട്ട് ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് പാലിക്കുന്ന ഒരു ക്ഷേത്രമാണ്, ഒരു കാനന ക്ഷേത്രമാണ് ശബരിമല. അപ്പോൾ ഈ മതാതീത ആത്മീയത എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക, നേരത്തെ പറഞ്ഞ പോലെ ചില ഗൂഢോദ്ദേശമുണ്ട്. അതൊരു പ്രത്യേക അജണ്ടയാണ്. അതിൽ വെച്ചാണ് ഇവർ കളിക്കാൻ പോകുന്നത്. ഇന്നലെ ജയനന്ദേട്ടൻ അത് കൃത്യമായി ചോദിച്ചു. മതാതീതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മറ്റൊരു വിഭാഗത്തിന്റെ അടുത്ത് പോയി ഇത്ര അഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചത് ഇപ്പോ ഏതെങ്കിലും ഒരു മസ്ജിദിലോ ഏതെങ്കിലും ഒരു ചർച്ചിലോ ഇതുപോലെ മതാതീത ആത്മീയത എന്ന് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ? പറ്റില്ലല്ലോ. എല്ലാ ആ ക്ഷേത്രങ്ങളിൽ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്
വെച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ നടത്തിപ്പ് അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് മറ്റൊരു കളറ് കൊടുക്കുമ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയാണ് കേരളത്തിലെ അതുപോലെ ലോകത്തിലെ ഹിന്ദുക്കൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതിൽ പിടിച്ചാണ് ഇനി ആ അജണ്ട മുൻനിർത്തിയാണ് ഇനി ഈ സർക്കാർ ഹിന്ദുക്കളെ ആക്ഷേപിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, സനാതന ധർമ്മത്തിൻ്റെ കടക്കൽ പലതവണ കത്തിവെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അടി ഈ ഒരു ആയുധം വെച്ചിട്ടായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി ലോകത്തിലെ ഹിന്ദുക്കൾക്ക് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൂടി ഗൗരവത്തോടെ എടുക്കണം. അത് മാത്രമല്ല, രസകരമായിട്ട് ഇന്നലെ ഒരു പ്രേക്ഷകൻ ജനസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യൂട്യൂബ് കമന്റ് നോക്കി ഒരാൾ ചോദിച്ചതാണ്. കാരണം എല്ലാ സ്ഥലത്തും പബ്ബുകൾ തുറക്കുന്നുണ്ടല്ലോ വിനോദസഞ്ചാര കേന്ദ്രം ഊഷ്മളമാക്കാൻ. നാളെ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റി സഞ്ചാരികൾ ആകർഷിക്കാൻ ഇനി പമ്പയിലൊരു പബ്ബ് കൂടി തുറന്ന പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് അതും ചെയ്യും. കാരണം അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ചില നടപടികൾ നമ്മൾ ഇരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിരോധം തീർക്കാൻ വിശ്വാസ സമൂഹം, ഭക്തജന സമൂഹം ഇവിടെ ഉയർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്. അവർക്കൊപ്പം ടീം ജനവും ഇങ്ങനെ ശക്തമായി തന്നെ അടിയുറച്ച് നിൽക്കും. ഞങ്ങളുണ്ട് വിശ്വാസികൾക്ക് ഒപ്പം, എന്നും ഭക്തർക്കൊപ്പം എന്നും ഞങ്ങളുണ്ട്.